തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:5. വെള്ളം കൊണ്ട് എപ്രകാരം ശരീരശുദ്ധി വരുത്തുന്നുവോ അപ്രകാരം ദൈവാത്മാവ് തിരുവചനമാകുന്ന വെള്ളത്താൽ നമ്മുടെ ആത്മാവിനെ കഴുകി ശുദ്ധമാക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:3. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കാണാം. നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഈ തിരുവചന സ്നാനം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുവാൻ കർത്താവ് നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 1:23 കിടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് കാണാം. ഈ വീണ്ടും ജനനത്താൽ നാം നനവുള്ള തോട്ടം പോലെയും എന്നും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് സ്വസ്ഥതയുള്ള ജീവിതം നയിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രവാചകന്മാർ പറയുന്നത് അത് ജീവനും ചൈതന്യമുള്ള ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്നാണ്. അത് തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. ദൈവത്തിന്റെ വചനം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. അത് ദുർഘടമായ പാതയിൽ വഴികാട്ടിയായിരിക്കും. അത് നിന്റെ പാപ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരും. അത് നിന്റെ കഠിന ഹൃദയത്തെ വെള്ളം പോലെ ഉരുക്കുകയും ചെയ്യും. ദൈവ വചനം നിരന്തരം നമ്മെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമതായി, അത് നമ്മെ കരുണയോടെ മാടി വിളിക്കുന്നു. സദൃശവാക്യങ്ങൾ 8:4. എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. പാപികളെ മാനസാന്തരത്തിന് വിളിക്കാൻ സ്വർഗം ചായച്ച് ഇറങ്ങി വന്ന വചനമായ അരുമനാഥന്റെ സ്വരം നീ കേൾക്കുന്നുണ്ടോ? ദൈവവും ലോകവും നിരന്തരം നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപഭാരങ്ങളിൽ നിന്ന് നിന്നെ വെണ്മയാക്കുവാൻ യേശു നിന്നെ വിളിക്കുന്നു. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 2:4 ചോദിക്കുന്നു. ഈ വിളി നിന്ദിച്ചു കളയാതെ നാം സൂക്ഷിക്കണം. 2. പക്ഷപാതമില്ലാത്ത വിളി. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്ന് യെശയ്യാവിന്റെ പുസ്തകം 45:22 പറയുന്നു. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 2:11 കാണാം. അവൻ നിരന്തരം ഭൂമിയുടെ അറ്റം മുതൽ അറുതി വരെയുള്ള എല്ലാവരെയും രക്ഷയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. 3. പേർ ചൊല്ലി വിളിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 43:1 ദൈവം നിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത് എന്ന് കാണാം. നാം അവന്റെ വകയാണ്. അവന്റെ സ്വന്തം ജനമായിരിക്കാൻ സകല ജാതികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നീ ഒരു ചെറിയ പൈതലാണെങ്കിൽ ശമൂവേലേ ശമൂവേലേ എന്നും, നീ ഒരു യുവാവാണെങ്കിൽ മോശയെ മോശെ എന്നും, നീ ഒരു സ്ത്രീയെങ്കിൽ മറിയ എന്നും നിന്റെ പേര് പറഞ്ഞ് ദൈവം നിന്നെ വിളിക്കുന്നു. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവനെ പിന്തുടരുന്നവരാകാം. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അതിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ നാമും ആയിത്തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.